കേരളത്തിൽ ഇടിമിന്നലിന് തീവ്രതയേറാൻ സാധ്യത. ആശങ്കയുയർത്തി ഇടിമിന്നൽ ദുരന്തങ്ങൾ. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിലെ ഇടിമിന്നലിനെ തുടർന്ന് നിരവധി ജീവനുകളാണ് നഷ്ടമായത്. ഇത്തവണ സംസ്ഥാനത്ത് മഴക്കാലത്തിന് മുൻപേ ഇടിമിന്നൽ സജീവമായി കാണുന്നു. മാറിയിട്ടില്ല മഴ, ഇനി കനക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ മുന്നോടിയായി ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള കാരണമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തിരുവനന്തപുരം തീരത്തും കന്യാകുമാരി തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മഴ കനക്കുമെന്ന് ഉറപ്പിച്ചോളൂ. നിലവിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കാലാവസ്ഥയിൽ നമ്മൾ കണ്ടുവരുന്നത്. സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയാകുന്നത് ഇപ്പോൾ ഇടിമിന്നൽ തന്നെയാണ്. കാരണം കേരളത്തിൽ ഇടിമിന്നലിന് തീവ്രതയേറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർത്തുന്ന ഇടിമിന്നൽ ദുരന്തങ്ങളും ബാക്കിയുണ്ട്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ ഇടിമിന്നലിനെ തുടർന്ന് നിരവധി ജീവനുകളാണ് നഷ്ടമായത്. ഇത്തവണ സംസ്ഥാനത്ത് മഴക്കാലത്തിന് മുന്നേ ഇടിമിന്നൽ സജീവമായതും നാം കണ്ടിരുന്നു. 2025-26 കാലയളവിൽ മാത്രം സംസ്ഥാനത്ത് 71 പേർക്കാണ് ഇടിമിന്നൽ കാരണം ജീവൻ നഷ്ടമായത്. കാലാവസ്ഥാ വ്യതിയാനവും അപ്രതീക്ഷിത മഴയും ശക്തമായ ഇടിമിന്നലുകളും അപകട സാധ്യത ഇരട്ടിക്കുന്നുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലും ഇടിമിന്നലേറ്റ് വലിയ നാശനഷ്ടങ്ങളും കേടുപാടുകളും റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണയായി വേനൽക്കാലം അവസാനത്തോടെയും മൺസൂൺ ആരംഭിക്കുന്ന ഘട്ടത്തോടെയും കേരളത്തിൽ ഇടിമിന്നൽ ശക്തമാകാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ വിവിധ ജില്ലകളിൽ കനത്ത ഇടിയോടുകൂടിയ മഴയാണ് പെയ്തത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും തുറസായ പ്രദേശങ്ങളിലും അപകട സാധ്യത കൂടുതലാണ്. സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേര സമയങ്ങളിലും ഇടിമിന്നൽ ശക്തമാകുന്നുവെന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. മേഘങ്ങൾ തമ്മിലോ മേഘവും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് ഇടിമിന്നലിനുള്ള കാരണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.